നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മകുമാറിന്റെ അറസ്റ്റോടെ നാണം കെട്ട് CPM. അന്വേഷണം നേരിട്ട് പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ തൂക്കി താഴെയടിച്ച് സോഷ്യൽ മീഡിയ. കൈകൾ ശുദ്ധമാണ്, പാർട്ടിക്ക് ഭയക്കാനില്ല, കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കുടയുകയാണ് ഗോവിന്ദനെ. പത്മകുമാറിനൊപ്പമുള്ള ഗോവിന്ദന്റെ ഒരു ചിത്രം കുത്തിപ്പൊക്കി വിട്ടാണ് ട്രോള് പടച്ചുവിടുന്നത്. ഏറ്റവും നന്നായി സ്വർണം കട്ടതിനുള്ള ബഹുമതി പത്മകുമാറിന് മൊമന്റോ നൽകി ആദരിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് ട്രോളന്മാർ ട്രോള് പടച്ചുവിട്ടിരിക്കുന്നത്. ആസനത്തിൽ അമിട്ടുപൊട്ടി നിൽക്കുമ്പോൾ കൂനിന്മേൽ കുരുവെന്ന് പറഞ്ഞ പോലെ കുരുവിന്മേൽ പരു എന്ന അവസ്ഥയിലാണ് ഗോവിന്ദൻ ഇപ്പോൾ കറങ്ങുന്നത്. ഇനിയും ഈ പ്രഷർ എനിക്ക് താങ്ങാൻ വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാസ്റ്റർ മുങ്ങിയിട്ടുണ്ട്. പത്മകുമാറിന്റെ ഗോഡ് ഫാദറിനെ തൂക്കി AKG സെന്ററിലെ ആ ബുദ്ധികേന്ദ്രം എന്നൊക്കെ ഗോവിന്ദനെ കുടയുകയാണ് സോഷ്യൽ മീഡിയ. പത്മകുമാറിന് അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും മികച്ച ദേവസ്വം പ്രസിഡന്റിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അവാർഡാണെന്ന് തോന്നുന്നു എന്നായിരുന്നു പണിക്കർ പങ്കുവച്ച കുറിപ്പ്. അല്ല, ഇത് മികച്ച തസ്കര പത്മ അവാർഡാണ് മിസ്റ്റർ എന്ന് പണിക്കരുടെ ആ പോസ്റ്റിന് താഴെ ഒരാളുടെ കമന്റ്. ഇപ്പോൾ ഈ പത്മകുമാർ അറസ്റ്റിലായതും CPMന്റെ ചില നേതാക്കൾ പ്രതികരിച്ചതുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ശബരിമല കൊള്ളയിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ പല രീതിയിലാണ് സർക്കാരിന് നേരെ വിമർശനമൊക്കെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു പ്രതികരണം ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. അത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകളാണ്. അതിലൂടെയാണ് നമുക്ക് കേരളത്തിന്റെ ഒരു പൾസ്, അതായത് CPM തന്നെ പറയുന്ന പോലെ തന്നെ കേരളത്തിന്റെ പൾസ് അറിയാവുന്നവരാണ് ഞങ്ങൾ എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ശബരിമല കൊള്ളയിൽ കേരളത്തിലെ ജനങ്ങളുടെ ആ പൾസ് നമുക്കൊന്ന് നോക്കാം. പപ്പന് പൊന്നപ്പൻ അവാർഡ്, എല്ലാവർക്കും അവാർഡ് ഉണ്ടേ, രായാവിനെ പൊക്കി പറഞ്ഞാൽ മാത്രം അവാർഡ് എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. സ്വർണം ചെമ്പാക്കിയതിന് വെങ്കല അവാർഡാണ് ഗോവിന്ദൻ പത്മകുമാറിന് കൊടുത്തതെന്ന് മറ്റൊരു ട്രോള്. ഒരു നിമിഷം കൊണ്ട് സ്വർണം ചെമ്പാക്കിയതിനുള്ള നൊബേൽ പ്രൈസ് രസതന്ത്രമാണ് എന്നും കോമഡി വരുന്നുണ്ട്. ഉടനെ മികച്ച അഭിനേതാവിനുള്ള ദേശീയ അവാർഡും പ്രഖ്യാപിക്കും. ഏറ്റവും വലിയ ആശാൻ അവാർഡാണ്. കള്ളന്റെ ആശാൻ കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഒരേ നാണയം. സിനിമാ കഥയെ വെല്ലും മോഷണത്തിനുള്ള അവാർഡാണ് മിസ്റ്റർ. പപ്പേട്ടന്റെ കുടുംബക്കാർക്കെല്ലാം അവിടെ ഓരോ കോൺട്രാക്ട് കിട്ടി സുഖമായി കഴിയുമ്പോഴാ ഈ കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷണം. ഞങ്ങൾ കമ്മികൾ തന്നെ നിയമിച്ച പോലീസുകാരൻ അന്വേഷിച്ചിരുന്നുവെങ്കിൽ നീതി നടപ്പായ. കണ്ടില്ലേ, പാലത്തായിലെ ഒരു അധ്യാപകനെ ഞങ്ങൾ കമ്മികളും ജിഹാദികളും കൂടി അന്വേഷിച്ച് നീതി നടപ്പാക്കിയില്ലേ? എത്ര സത്യസന്ധമായ ഉദ്യോഗസ്ഥർ, കൂടാതെ വനിതാ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച കേസ് റിപ്പോർട്ട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞല്ലേ പ്രതിയുടെ വാദം പോലും കേൾക്കാതെ 10 മിനിറ്റിനുള്ളിൽ വിധി പ്രഖ്യാപിച്ചത്. PP ദിവ്യയുടെ കേസ് അന്വേഷിച്ച ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാ ആ കേസ് അന്വേഷിച്ചത്. ഒരു മഹാസത്യസന്ധനും പരമപാവമായ ഒരു കോടീശ്വരനുമായ അയാൾ. എല്ലാ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കും ഒരു മെസ്സേജ്: ഞങ്ങൾ കമ്മികളുടെ കൂടെ നിന്നോ, റിട്ടയർമെന്റ് കഴിഞ്ഞാലും കക്കാം, എല്ലാം ഫുൾ ഫ്രീ ആയിരിക്കുമെന്നാണ് മറ്റൊരു കമന്റ്. പപ്പനെ ഇങ്ങനെ ഗോവിന്ദൻ ചേർത്ത് നിർത്തുകയും ചെയ്യും. എന്നിട്ട് പറയും പാർട്ടിയുമായി പൂരത്തിന് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല എന്ന്. വളരെ വിചിത്രമാണ് ഇവരുടെ യൂണിവേഴ്സ്. അടിച്ചുമാറ്റിയതിന്റെ വിഹിതം എത്തിച്ചതിന്റെ സന്തോഷത്തിന് കൊടുത്ത സമ്മാനമായിരിക്കും തുടങ്ങി പണിക്കരുടെ പോസ്റ്റിന് താഴെ കമന്റുകളുടെ ഒരു പൊങ്കാല തന്നെയുണ്ട്. ഒരു കാര്യം പൂർണ്ണമായും ഉറപ്പിക്കാം, ഒരു ദേവതുല്യനിലേക്കും ഇനി അന്വേഷണം പോകില്ല. അറസ്റ്റിന് മുകളിലേക്കേ ഇല്ല. ഉണ്ടെങ്കിൽ ഇവർക്ക് താഴെയുള്ള ബോർഡ് മെമ്പർമാരെയോ മറ്റോ അറസ്റ്റ് ചെയ്ത് ഈ നടപടി ഇവിടെ അവസാനിപ്പിക്കുമെന്ന് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട്. സ്വർണം എവിടെ കണ്ടാലും അതൊരു ബലഹീനതയാണ്. ബിരിയാണി ചെമ്പിലാണെങ്കിലും കട്ടിളപ്പാളിയിലാണെങ്കിലും. ശിവശങ്കരനിൽ അവസാനിച്ചതുപോലെ ഇവിടം കൊണ്ട് അവസാനിക്കാതിരുന്നാൽ മതിയായിരുന്നു. പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യരായവർ ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളപ്പോൾ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതിനല്ലല്ലോ പാർട്ടിയും സർക്കാരും അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചിരുന്നത്. ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ഇദ്ദേഹത്തിന്റെ ദൈവതുല്യർ? തന്ത്രി കുടുംബമാണോ? മുൻപ് ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ട നിർബന്ധിത ഘട്ടം വന്നപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും തള്ളുന്ന നിലപാട് സ്വീകരിച്ച ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ആളുകൂടിയാണ് ഇദ്ദേഹമെന്ന് പാർട്ടിയെ ഒന്ന് വെള്ളപൂശിക്കൊണ്ട് ഒരാളുടെ കമന്റ് വന്നിട്ടുണ്ട്. പത്മകുമാറും തന്ത്രി കുടുംബത്തിലേക്ക് മുൻപ് വിരൽ ചൂണ്ടിയിരുന്നല്ലോ. അതായത് പോറ്റിയെ കൊണ്ടുവന്നത്, ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്ന് SIT ഒന്ന് അന്വേഷിക്കൂ എന്നായിരുന്നു തന്ത്രിയെ ചൂണ്ടിക്കൊണ്ട് പത്മകുമാർ പടച്ചുവിട്ടത്. കാരണഭൂതനും കുടുംബത്തിനും നേരിട്ട് ബന്ധമുള്ള കൊള്ളകൾക്ക് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ നിരന്തരം കേസ് കൊടുത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു.
ഇത് ഇടനിലക്കാർ മുഖേന ബന്ധമായതിനാൽ അത്തരം കലാപരിപാടികൾക്കില്ലാതെ അവരെ ചുമലിൽ ചാരി രക്ഷപ്പെട്ട് കൈമലർത്തും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്നാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന CPM നേതാക്കളുടെ വായ്ത്താരി വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അയ്യപ്പസ്വാമിയുടെ സ്വർണം റിസോർട്ടുകളും എസ്റ്റേറ്റുകളും വൻകിട ഫ്ളാറ്റ് സമുച്ചയങ്ങളും പിന്നെ പാർട്ടി ഓഫീസുകളുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തീരുമാനമായിട്ടുണ്ട്. സ്വാമി ശരണം. കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതുകൊണ്ട് ദൈവത്തിനെ ചെകുത്താനായി പ്രബുദ്ധ ജനത്തിന് കാണാം എന്ന് കരുതുന്നു, കേന്ദ്ര ഏജൻസികൾ കേസ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പലരും സർക്കാരിന് നേരെയും പാർട്ടിക്ക് നേരെയും വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. അതായത് ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞിട്ടുണ്ട്, അമ്പലം കൊള്ളയടിച്ചത് CPM-ഉം സർക്കാരും ചേർന്നാണ് എന്നുള്ളത്. ഈ കളങ്കത്തിൽ നിന്ന് എങ്ങനെ ഇനി പാർട്ടിയെ ഒന്ന് മുക്തം? തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ CPM പ്രതിരോധത്തിലേക്ക് വീണിരിക്കുന്നു. വാസുവിനെ ചാവേറാക്കി അന്വേഷണം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഇതുവരെ സംശയം. എന്നാൽ അതല്ല, പത്മകുമാറിനെ ചാവേറാക്കി വാസുവിനെ ഊരിയെടുക്കാനുള്ള കളിയാണോ CPM കളിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും, പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എന്ന് പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പാർട്ടി പ്രതികരിച്ചത്. പക്ഷേ വാസു അറസ്റ്റിലായപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു പാർട്ടിയുടെ ഇടപെടൽ. അന്ന് വായിൽ പിരിവെട്ടി നിൽക്കുകയായിരുന്നു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു SIT-യോട് പത്മകുമാർ പ്രതികരിച്ചത്. അതായത് എല്ലാത്തിനും തയ്യാറായിരിക്കുകയായിരുന്നു പത്മകുമാർ. വാസുവിന്റെ വീടിന്, അതായത് വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ വീടിന് സുരക്ഷ ഒന്നും ഒരുക്കിയിരുന്നില്ല. പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പോലീസിനെ ഇറക്കി വലിയ സുരക്ഷയാണ് വീടിനോട് ചേർന്ന ഭാഗത്ത് ഒരുക്കിയത്. ആ റോഡ് ബാരിക്കേഡ് വെച്ചൊക്കെ അടച്ചിരിക്കുകയാണ്. മുൻ MLA-യും പാർട്ടിയുടെ ഉന്നത നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമൊക്കെയാണല്ലോ പത്മകുമാർ. പത്തനംതിട്ടയിലെ പാർട്ടി ഓഫീസുകൾക്കും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പത്മകുമാർ പക്ഷം കലിയിളകി നിൽക്കുകയാണ്. പത്മകുമാറിനെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഈ അവസരത്തിൽ ചെറുവിരൽ അനക്കാനാകില്ല. സ്വർണ്ണക്കൊള്ളയിലെ ആരെയും രക്ഷിക്കാൻ പാർട്ടിയോ സർക്കാരോ ഇടപെടില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.